നമസ്തേ പ്രിയമിത്രങ്ങളെ, 2026 രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രജാതർക്ക് എപ്രകാരമുള്ളതായിരിക്കും എന്നത് ലളിതമായി നമ്മൾക്കൊന്ന് അറിയുവാനുള്ള ഒരു എളിയ ശ്രമമാണ്. ഈ നക്ഷത്രജാതരിൽ ആദ്യം സൂചിപ്പിച്ച രോഹിണി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം 2026 അവരെ വളരെ ഗുണങ്ങൾക്ക് കാരണമായി തീരുന്നതാണ്. ജോലിയിലുള്ള കയറ്റം, ധനലാഭം, കുടുംബത്തിൽ ശാന്തി, സമാധാനം ഇത്യാദികൾ അവർക്കായി 2026 പ്രദാനം ചെയ്യുന്നതായി കാണപ്പെടുന്നു. എന്നാൽ ഇടയ്ക്ക് ചില ദൂരദേശവാസവും സുഹൃത്തുക്കളുടെ, പ്രിയപ്പെട്ടവരുടെ ദേഹവിയോഗവും കാണേണ്ടതായി വരും എന്നുള്ള സൂചനയും 2026 രോഹിണി നക്ഷത്രജാതർക്കായി നൽകുന്നുണ്ട്. കർഷകർക്ക് ചെറിയ രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർ, ഊഹ കച്ചവട രംഗത്ത് വർത്തിക്കുന്നവർ ഇത്യാദി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പരിധിവരെയുള്ള വിജയം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് കാണപ്പെടുന്നു. പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും സ്ഥാവര ജംഗമങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കുവാനുമുള്ള സാധ്യത ഈ നാളുകാർക്ക് 2026 പ്രദാനം ചെയ്യുന്നതായി കാണപ്പെടുന്നു. ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിനും സമയബന്ധിതമായി ഐശ്വര്യം അനുഭവിക്കുന്നതിനും ശ്രീകൃഷ്ണനെ ഒന്ന് ഭജിക്കുന്നത് നന്നായിരിക്കും. ഭഗവാന്റെ നാളുകൂടിയാണല്ലോ. അപ്പം അതുകൊണ്ട് ശ്രീകൃഷ്ണ കൃപ കൂടി ഉണ്ടെങ്കിൽ ചെറിയ തടസ്സങ്ങൾ മാറുകയും ചെയ്യും. എത്തുന്ന ഭാഗ്യം അണമുറിയാതെ കൃത്യമായി തന്നെ നമ്മിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് രോഹിണി നക്ഷത്രജാതർ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നത് വളരെ ഉത്തമമായി കാണുന്നു. ഇനിയും നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് മകയിരം നക്ഷത്ര ജാതർക്ക് 2026 ഏത് രീതിയിലാണ് പ്രാവർത്തികമാകുന്നത് എന്നതാണ്. മകയിരം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം 2026 ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണവും ദോഷവും 2026 അവർക്ക് പ്രതീക്ഷിക്കാവുന്നു. പ്രവർത്തന പദത്തിൽ, അതായത് തൊഴിൽ മേഖലകളിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നേരിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ടും കുടുംബത്തിൽ അസ്വസ്ഥതയും സംഭവിക്കാനുള്ള സാധ്യതയും കാണപ്പെടുന്നു. എന്നാൽ സങ്കടപ്പെടേണ്ടതില്ല. മെയ്, ജൂൺ, ആഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസങ്ങൾ ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദം തന്നെയാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും സാമ്പത്തികമായി ഒരല്പം മുന്നേറുവാനും പുതിയ ഭൂമി വാങ്ങുവാനുമുള്ള യോഗം 2026 ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം കാണപ്പെടുന്നുണ്ട്. അശ്രദ്ധയും അതുപോലെ തന്നെ അനാവശ്യമായ സാഹചര്യങ്ങളുടെ സാന്നിധ്യവും പല രീതിയിലുള്ള സങ്കടങ്ങൾക്ക് കാരണപ്പെടാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം. ഏടാകൂടങ്ങളിലേക്കും ആലോചനയില്ലാതെ പൊതുപ്രവർത്തനങ്ങളിലേക്കും എത്തപ്പെടുന്നതിന് മുമ്പ് ഒരല്പം ശ്രദ്ധിക്കുകയും ഗുരുക്കന്മാരുടെയും കർമ്മരംഗത്ത് അറിവുള്ളവരുടെയും അഭിപ്രായം നേടി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതും വളരെ ഗുണപ്രദമാണ്. അതോടൊപ്പം ഈശ്വരഭജനം അത്യന്താപേക്ഷിതമാണ്. ഈശ്വരഭജനത്തിലൂടെയും ശ്രദ്ധയിലൂടെയും 2026 തീർച്ചയായും നമ്മൾക്ക് മറികടക്കാൻ കഴിയും. ഇനിയും നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് തിരുവാതിര നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ കഴിയുന്നത് വരെ അല്ലറയിലറ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുവരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചാൽ എത്താൻ സാധ്യതയുള്ള മാർഗ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും അനാവശ്യമായ സങ്കടത്തിൽ നിന്ന് മുക്തരാകുവാനും ഉള്ള മാർഗം കാണപ്പെടുന്നുണ്ട്. ഏപ്രിൽ മാസം കഴിയുന്നതോടുകൂടി ധനാഗമവും മനഃശാന്തിയും ഐശ്വര്യവും എത്താനുള്ള സാധ്യത തെളിയുന്നതായും കാണപ്പെടുന്നു. ഈ നക്ഷത്രജാതർ 2026 പകുതിയിലേക്ക് കടക്കുന്നതോടുകൂടി കേസുകളിൽ, വ്യവഹാരങ്ങളിൽ വിജയവും സന്തതി സൗഭാഗ്യവും സാമ്പത്തികമായ പുരോഗതിയും ദൂരദേശ വാസവും അതോടൊപ്പം നമ്മൾ കടമായി കൊടുത്തതും തിരികെ കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതിയതുമായ പലതും തിരികെ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവയെല്ലാം കൃത്യമായി തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വര കടാക്ഷം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രജാതർ അയ്യപ്പനെ പൂജിക്കുകയും അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും അർച്ചനകളും വഴിപാടുകളും നടത്തുന്നത് വളരെ ഗുണപ്രദമാണ്. സാധുജന സേവനം, തന്നാൽ കഴിയാവുന്ന രീതിയിൽ സാധുക്കളെ സഹായിക്കുന്നത് എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രത കുറയ്ക്കുവാൻ വളരെ ഗുണപ്രദമായി കാണപ്പെടുന്നു. ഈശ്വര കടാക്ഷരവും മറ്റുള്ളവരെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ തീർച്ചയായും 2026 വളരെയേറെ ഗുണങ്ങളെ നിങ്ങൾക്കായി പ്രദാനം ചെയ്യും. ഏവർക്കും
മംഗളകരവും ഐശ്വര്യദായകവുമായ ഒരു 2026 പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ആശംസിക്കുകയാണ്. ഹരിയും